ഇന്നലെ രാത്രി 1 മണിക്ക് ഇതുവഴി കടന്നുപോയ തിരുവനന്തപുരം ചെന്നൈ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിലെ ലോക്കോ പൈലറ്റാണ് ഇത്തരത്തിലൊരു സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. 4 പേർ പുഴയിലേക്ക് ചാടിയതായാണ് ഇപ്പോൾ ലോക്കോ പൈലറ്റ് സ്റ്റേഷൻ മാസ്റ്ററെ അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും അടക്കമുള്ളവർ ഇവിടെ എത്തി ഇന്നലെ ഏറെ വൈകി രാത്രിയിലും തെരച്ചിൽ നടത്തിയത്. പക്ഷേ ഇത്തരത്തിലൊരു അപകടം നടന്നതിൻ്റെ യാതൊരു തെളിവും ഇതുവരെ നടത്തിയ പരിശോധനകളിൽ കണ്ടെത്താനായിട്ടില്ല. പരിശോധനകൾ നടത്തിയെങ്കിലും അതിൻ്റേതായ സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷേ ലോക്കോ പൈലറ്റ് പറഞ്ഞ, അതായത് 4 പേരുണ്ടായിരുന്നു, ഒരാളെ ഇടിക്കുകയും മറ്റ് 3 പേർ പുഴയിലേക്ക് ചാടിയതുമായിട്ടുള്ള വിവരമാണ് നൽകിയിരിക്കുന്നത്. ഇതുവഴി ഓടി പോയി എന്നുള്ള കാര്യമാണ് പറയുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ മറ്റാളുകൾ കണ്ടതായില്ല. പക്ഷേ ലോക്കോ പൈലറ്റ് നൽകിയ ലോക്കോ പൈലറ്റിൻ്റെ ഒരാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ എന്തായാലും ഒരു തിരച്ചിൽ ഇവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥ നേതൃത്വത്തിലൊക്കെ തന്നെ നടത്തുന്നത്. ഈ തെരച്ചിലാണ് നടത്തിയെങ്കിലും ഇത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ആരാണ് എന്നതിലൊരു വ്യക്തതയും വന്നിട്ടില്ല. കാരണം ഇന്നലെ രാത്രിയിലൊക്കെ തന്നെ ഇവിടെ ഒരു ഉദ്യമം സംബന്ധിച്ച് ആരെങ്കിലും മിസ്സിംഗ് ആയതിൻ്റെ കേസുകളൊന്നും തന്നെ സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് തന്നെ പോലീസ് പാർട്ടി എല്ലാം ഇവിടെ ഉണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞത് 64/00 എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്, ആ ഭാഗത്താണ് ആളെ ഇടിച്ചത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ 500 മീറ്ററും അപ്പുറവും ഇപ്പുറവും ഫുള്ള് നമ്മൾ സെർച്ച് ലൈറ്റും ടീമുമായിട്ട് സെർച്ച് ചെയ്തു. പക്ഷേ അതിൻ്റെ ആളിടിച്ചതിനെ പറ്റിയുള്ളൊരു ലക്ഷണമോ ബ്ലഡിൻ്റെ പാടോ മറ്റോ ഒന്നും കണ്ടില്ല. അത് പിന്നെ താഴെ നല്ല ഇരുട്ടാണെങ്കിലും സെർച്ച് ലൈറ്റ് വെച്ച് നമ്മുടെ എല്ലാ തൂണിൻ്റെ അവിടെയും മാക്സിമം നോക്കാനുള്ള ഭംഗിയായിട്ട് സെർച്ച് ചെയ്തു. എന്നിട്ടും ഇതിനെപ്പറ്റി ഒരു ഇത് കിട്ടിയില്ല, ഒരു ആൾ പോയതിൻ്റെ ഒരു ലക്ഷണങ്ങളോ ഒന്നും കണ്ടില്ല. പിന്നീട് ഇവിടെ ട്രാക്കിൽ പണി കിടക്കുന്നുണ്ട്, ട്രാക്ക്മാൻമാരുണ്ടായിരുന്നു 4 പേര്. അവർ അങ്ങോട്ടും ഇങ്ങോട്ട് ലൈൻ ചെക്ക് ചെയ്തിട്ട് വന്നവരാണ്. അവരും ഇങ്ങനെ അസ്വാഭാവികമായിട്ടൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം 3 കൂടിയാണ് പിന്നെ തെരച്ചിൽ നിർത്തി സ്റ്റേഷനിൽ പോയത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും എത്തിയതാണ്. ഇനിയിപ്പോൾ നമ്മുടെ സ്കൂബ ഡൈവിങ് ടീം ഡിങ്കിയുമായിട്ട് ഇവിടെ ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ കണ്ണമ്പുഴ ടെമ്പിളിൻ്റെ ആ ഭാഗത്ത് അവിടെ ഇറക്കി ഇങ്ങോട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആരംഭമാണ്, ശ്രമമാണ്. അവരവിടെ എത്തിയിട്ടുണ്ട്. ഇത്തിരി അത്ര തീവ്ര ഒഴുക്കില്ലാത്തതുകൊണ്ട് കുറച്ച് നീന്തൽ അറിയുന്നവരാണെങ്കിൽ കയറി പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതൊരു പോസിബിലിറ്റിയാണ്. ഇവർ മലയാളികളാണോ അതോ ഹിന്ദിക്കാരാണോ വേറെ അതിഥി തൊഴിലാളികളാണോ എന്നുള്ളത് വ്യക്തതയില്ല. അപ്പോൾ ഒരാൾ എന്തായാലും ഡെത്തായി കാണണം, ഇടിച്ച ആൾ. മറ്റുള്ളവർ സേഫായിട്ട് കയറി പോകാനാണ് സാധ്യത. എന്തായാലും ഇത് തന്നെയാണ് ഉദ്യോഗസ്ഥർക്കും പറയാനുള്ളത്. അതൊരു സ്ഥിരീകരണം ഇത് സംബന്ധിച്ച് എന്തായാലും നിലവിൽ ലഭിച്ചിട്ടില്ല. ഈ പറയുന്ന പ്രദേശത്തൊക്കെ തന്നെ, അതായത് അപകടം നടന്നു എന്ന് ലോക്കോ പൈലറ്റ് പറയുന്ന പ്രകാരം ഈ ട്രെയിൻ തട്ടി എന്ന് പറയുന്ന പ്രദേശത്തൊക്കെ തന്നെ പരിശോധനകൾ നടത്തിയെങ്കിലും പക്ഷേ അതിൻ്റേതായ യാതൊരു സൂചനകളും ലഭിച്ചിട്ടില്ല എന്നുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും ഒക്കെ തന്നെ ഈ തിരച്ചിൽ, പുഴയുടെ തീരങ്ങളിലൊക്കെ തന്നെ ഒരു തിരച്ചിൽ നടത്തുകയാണ്. എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിൽ ആളുകൾ പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് എന്തായാലും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തൊക്കെ തന്നെ ഉണ്ടാവുന്നത്.